താൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം. തട്ടിപ്പുറത്താണോ മൂത്രം ഒഴിക്കാൻ? അല്ല, മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് ഇട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പോ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. ഇവിടെ മൂത്രം ഒഴിക്കും. ഇവിടെയോ? ഇവിടെ ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ടു. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി കിണ്ടി. സണ്ണി, സണ്ണി, അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇന്നലെ മോളത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി, അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിൻ്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിക്കടുത്ത് വാ. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിയിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? ഉയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ. അതാണ്. എനിക്കപ്പോ തെറ്റി, പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ, പരമശുദ്ധൻ. അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോവായിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? വാ. ദേ, അപ്പൊ ഇവിടെ വന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് പാരായോ പാസലേ നടിവാരായോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ അതവിടെ എവിടെയെങ്കിലും കാണുന്നേ? അയ്യോ, എന്റെ ചായ തണുത്തു, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. അവിടെ തന്നെ താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം. താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കം. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിന് കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. ഓഹോ, അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായത് വേണോ? എന്നാപ്പോ കിണ്ടി. അല്ല, കിണ്ടി 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 കിണ്ടി. എന്താ ഇങ്ങനെയുണ്ട്? എന്തിനാ?
ഇന്നലെ രാത്രി ഒന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കും നല്ലല്ലേന്ന്. അയ്യോ, എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് ചുമ്മാ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലോ പോവാ. ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്താ? അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഞാനതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം. അത് വേണം നകുല. പാവം, ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ. എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി. ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല. ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ. മനുഷ്യന്റെ ഒരുമാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താണ് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? പോട്ടടാ. പോട്ടെ. അതാ പൊക്കെ ഞാൻ പിന്നെ വന്നോളാം. ആ